നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിയാദിൽ ഇനി എൽ ക്ലാസിക്കോയുടെ സമയമാണ്. അതെ, സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. FC ബാഴ്സലോണ ഇന്നലെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ഒസാസുനയെ പരാജയപ്പെടുത്തിയത്. അലവാൽ പാർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കിയും ലാമിൻ യമാലുമാണ് ബാഴ്സയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. ആദ്യ പകുതിയിൽ ഒസാസുന മികച്ച പ്രകടനം നടത്തി എന്ന് പറയേണ്ടി വരും. റോബർട്ട് ലെവൻഡോസ്കിക്ക് ഗോൾ അടിക്കാനുള്ള 2 അവസരങ്ങൾ ഗോളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ബാഴ്സയെ ഗോൾ അടിക്കാൻ സമ്മതിച്ചിട്ടില്ല ഒസാസുന ആദ്യ പകുതിയിൽ. രണ്ടാം പകുതിയിൽ പക്ഷേ കാര്യങ്ങൾ മാറി. 59-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ FC ബാഴ്സലോണ ലീഡെടുക്കുന്നു. തുടർന്ന് കളിയുടെ അവസാനത്തിൽ ലാമിൻ യമാലു കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം അവർ സ്വന്തമാക്കി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ഫൈനലിൽ അവരെ കാത്തിരിക്കുന്നത് റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ് ഒന്നാം സെമി ഫൈനൽ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ എക്സ്ട്രാ ടൈമിലാണ് വിജയിച്ച് കയറിയത്. ഫൈനൽ മത്സരം ഇതാ നമ്മുടെ തൊട്ട് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞായറാഴ്ച രാത്രിയാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 12:30 റിയാദിൽ വെച്ച് റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും അലവാൽ സ്റ്റേഡിയത്തിൽ, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നസറിന്റെ സ്റ്റേഡിയത്തിൽ വെച്ച് റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. ആരായിരിക്കും സൂപ്പർ കപ്പ് നേടുക? വീഡിയോസ് അനക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.